ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായ യുവതിയുടെ ഭർത്താവ് കേരള വിഷൻ ന്യൂസിനോട് സംസാരിച്ചു. ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR സംസാരിച്ചത്. ആ വോയിസിലേക്ക്. നിങ്ങളുടെ ഭാര്യന്റെ വീണ്ടും ഒരു പരാതി സൂപ്രണ്ടിന് നൽകിയെന്ന് അറിഞ്ഞു. അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാ സംഭവം? ഭീഷണിന്റെ സ്വരമാണുള്ളത് അവർക്ക്. പിന്നെ അവര് പൈസ ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ നമ്മൾ കോമ്പൻസേഷൻ തരാം, പൈസ തരാന്നുള്ള ആവശ്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അതല്ലേ, ഇത് ആരാണ് ഇങ്ങനെ നിങ്ങളെ സമീപിച്ചത്? അവരുടെ തസ്തികയിലുള്ള ആളുകൾ തന്നെ, അയാളുടെ കൂടെ ജോലി വർക്ക് ചെയ്യുന്ന ആളുകളാണ് വന്നത്. അത് ഞങ്ങൾ സൂപ്രണ്ട് പരാതി കൊടുത്തിരിക്കുന്നു. അതല്ലേ, ഇത് സൂപ്രണ്ട് ഓക്കെ. എങ്ങനെ നിങ്ങളിപ്പം വാർഡിലല്ലേ കഴിയുന്നത്? അതെ, വാർഡിലാണ്. അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റി എക്സ്ട്രാ സൂപ്രണ്ട് വെച്ചിരിക്കുന്നു. എങ്ങനെ സൂപ്രണ്ട് എക്സ്ട്രാ സെക്യൂരിറ്റി ഞങ്ങളെ വാർഡിലെ കാര്യങ്ങൾ കടത്താതിരിക്കാനുള്ള സെക്യൂരിറ്റി വെച്ചിരിക്കുന്നു. ഞങ്ങൾ പരാതി കൊടുത്തതിന് ശേഷം. അതല്ലേ, ഓക്കെ ഓക്കെ. പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് അവര്. ഈ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇത് ഈ ആരാണ് ഈ ജീവനക്കാര്? പുരുഷ ജീവനക്കാരാണോ അല്ല വനിതാ ജീവനക്കാരാണോ നിങ്ങളെ സമീപിക്കുന്നത്? വനിതാ ജീവനക്കാർ മാത്രം തന്നെ, പുരുഷന്മാർക്ക് യാതൊരു പ്രശ്നമില്ല. വനിതകൾക്കാണ് എന്ത് പ്രശ്നം? അവനെ അറ്റാക്ക് ചെയ്യുന്നത് എന്തൊക്കെ തട? അവർ ഇതേമാതിരിയുള്ള ആളുകളല്ലേ, അതിനുള്ള തോന്നൽ അവർക്കില്ല. അതാ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൊക്കെ ടെൻഷനാവില്ലാതെയുള്ളൂ. അവര് യൂണിഫോമിലാണോ വരുന്നത്? അല്ല, വർക്കിംഗ് യൂണിഫോമില് കറക്റ്റ് അവിടെ യൂണിഫോമിന്റെ കളർ വരെ പറഞ്ഞിട്ടാണ് സൂപ്രണ്ട് ഞങ്ങൾ പരാതി കൊടുത്തത്. ഏതാ അവരുടെ യൂണിഫോമിന്റെ നിറം? എന്താ ഉള്ളത്? അത് അവരുടെ അതടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തു. ഇത് ഏകദേശം കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോ ഏത് സമയത്ത് സംഭവം? 2 ദിവസം മുന്നാണ് അവർ വെച്ചു തുടങ്ങിയത്. ഇന്നലെ തന്നെ പരാതി കൊടുത്തു. മെസ്സിക്കൊണ്ടും കൊടുത്തിരുന്നു കൊടുത്ത് അവര് പരാതി കൊടുത്തു. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ നിങ്ങളുടെ ഭാര്യ ഇവര് ICU ഉള്ള സമയത്താണോ ഇവരെ പീഡിപ്പിച്ചത്? അതെ അതെ. റിയാസ് KMR ചിരിക്കുകയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിയാസ്, ഇത് കേരളത്തിൽ ആയതുകൊണ്ടാണോ ഈ പരാതി ഇങ്ങനെ ആയിപ്പോയത്? വല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഉണർന്നിരുന്ന് പ്രവർത്തിച്ചേനെ. ഇത് വളരെ ദാരുണമായ സംഭവം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കുക. കാരണം പരാതിക്കാരിയുടെ ഭർത്താവ് റിയാസിനോട് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ മനോവിഷമം നമുക്ക് അറിയാൻ കഴിയും. വലിയ മാനസിക സംഘർഷത്തിൽ കഴിയുമ്പോൾ അവർ വീണ്ടും സമ്മർദ്ദം ചെലുത്തുകയാണ് അവർക്ക് നേരെ. എന്താണ് പരാതിക്കാരിയുടെ ഭർത്താവ് നമ്മളോട് പറയുന്നത്? തീർച്ചയായും അജി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജിലെ ഒരു തീവ്ര പരിചരണ വിഭാഗത്തിനകത്ത് പീഡനത്തിനിരയാക്കപ്പെട്ട ഒരു യുവതി, ആ യുവതി ഒരു നീതി തേടി മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കും ഒപ്പം തന്നെ പോലീസിലുമെല്ലാം പരാതി നൽകുന്നു. അതേ തുടർന്ന് മെഡിക്കൽ കോളേജ് അധികൃതരും ഒപ്പം പോലീസുമെല്ലാം തന്നെ അതിലൊരു നടപടി സ്വീകരിച്ച് ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു. ഈ അറസ്റ്റിലായതിനു ശേഷം, അതായത് ഈ പ്രതിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച ശേഷമാണ് പ്രതിയുടെ സഹപ്രവർത്തകരായിട്ടുള്ള മെഡിക്കൽ കോളേജിലെ മറ്റ് ജീവനക്കാർ, പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായൊരു കാര്യം. അതാണ് ഈ യുവതിയുടെ ഭർത്താവ് അല്പം മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം വനിതാ ജീവനക്കാരായിട്ട് കൂടി ഒരു വനിതയുടെ ഒരു വേദന മനസ്സിലാക്കാൻ, അവർക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾക്ക് ഇടപെടാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അത്യധികം ദയനീയമായ ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, യൂണിഫോമിൽ എത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അതായത് ഈ ഒരു രോഗിയെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ പരാതി പിൻവലിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദം ഇവർക്ക് മേൽ ചെലുത്തുന്നത് എന്നും വ്യക്തമാക്കുകയാണ്. അത്തരത്തിൽ ഏറെ ദയനീയമായ ഒരു സാഹചര്യമാണ്. ഈ പീഡന കേസിൽ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ഗ്രേഡ് 1 ആയിട്ടുള്ള വടകര മയ്യന്നൂർ സ്വദേശി കുഴിപ്പറമ്പത്ത് ശശീന്ദ്രനെ
കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്, റിമാൻഡിൽ കഴിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള വനിതാ ജീവനക്കാർ തന്നെ ഈ ഒരു ഇരയെ, ഒരു അതിജീവിതയെ ഒക്കെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. നേരത്തെ അജി രണ്ട് വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇയാൾ ഈ പ്രതി എന്ന് പറയുന്ന ആൾ സർക്കാരിന്റെ സ്ഥിരം ജീവനക്കാരനാണോ, ആരോഗ്യവകുപ്പിന്റെ സ്ഥിരം ജീവനക്കാരനാണോ, ആരോഗ്യവകുപ്പിൽ താൽക്കാലികമായിട്ടാണോ ഇയാൾ ജോലി ചെയ്യുന്നത്? എന്താണ് മെഡിക്കൽ കോളേജിലെ ഇയാളുടെ പദവി? ഇയാളുടെ പദവി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ഗ്രേഡ് 1 ആണ്. അതായത് സ്ഥിരം ജീവനക്കാരനാണ്. ഇയാളെ വടകര മയ്യന്നൂർ സ്വദേശി കുഴിപ്പറമ്പത്ത് ശശീന്ദ്രൻ, അയാള് അതായത് ഗ്രേഡ് അറ്റൻഡന്റ് ആണ് ഇയാള്. അതായത് സ്ഥിരം ജീവനക്കാരനായ ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ, അതായത് ഈ ICU പോലുള്ള അല്ലെങ്കിൽ തീവ്രപരിചരണ വിഭാഗം പോലുള്ള വളരെ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ഒരു യുവതി ചികിത്സയ്ക്കിടെ പീഡനത്തിനിരയാവുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായൊരു സംഗതിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പരാതിയിൽ പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ആ വിഷയത്തിൽ തുടരന്വേഷണം നടത്തി ഇയാളെ സർവീസിൽ നിന്നടക്കം നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം ഭരണകക്ഷിയിലെ സർവീസ് സംഘടനാ അംഗമായ ഇയാളെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് അവിടുത്തെ മറ്റ് വനിതാ ജീവനക്കാരടക്കമുള്ള സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നൊരു പരാതിയാണ് യുവതിയുടെ ബന്ധുക്കളിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് യുവതിയുടെ ഭർത്താവ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നതും. എന്തായാലും ഈ വിഷയത്തിൽ അവർ ഒരു നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. നീതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരു ആശുപത്രി സൂപ്രണ്ട് ഇതിന്റെ ഒരു പ്രാഥമിക നടപടി എന്ന നിലയിൽ വാർഡിൽ ഒരു സെക്യൂരിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർ നടപടി എന്തായിരിക്കുമെന്ന് വിശദീകരിക്കേണ്ടത് മെഡിക്കൽ കോളേജ് അധികൃതരും ഒപ്പം തന്നെ ആശുപത്രി സൂപ്രണ്ടും തന്നെയാണ്. അജി, തീർച്ചയായും റിയാസ്, ആശുപത്രി സൂപ്രണ്ടും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പും അടിയന്തരമായ ഒരു നടപടി ഇക്കാര്യത്തിൽ എടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ യുവതിക്ക് നേരെ പീഡനം ഉണ്ടായിരിക്കുന്നു. അത് പരാതി കൊടുത്ത യുവതിയെ പരാതി പിൻവലിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ റിയാസ് KMR. മറ്റു വാർത്തകളിലേക്ക്.